ഡൽഹിയിൽ നിന്ന് ശരത്തുണ്ട്. ശരത്ത്, 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മാജിക് നമ്പറിൽ തൊട്ട് കഴിഞ്ഞു BJP. നിലയില്ലാ കയത്തിലേക്ക് പോവുകയാണോ? അപ്പോൾ ഏറ്റവും പുതിയ നില പറയൂ. ശ്രീലക്ഷ്മി, BJPയെ സംബന്ധിച്ചിടത്തോളം 44 സീറ്റുകളിൽ മുന്നേറുന്നു എന്ന വിവരമാണ് BJP നമുക്ക് ലഭിക്കുന്നത്. ആപ്പാവട്ടെ, ആം ആദ്മി പാർട്ടി ആവട്ടെ 25 സീറ്റിൽ നിൽക്കുന്നു. 25, 26 ഒരു സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പിലാണ്. 5 ഫിറോഷ റോഡ് എന്നുള്ള വസതിക്ക് മുമ്പിലാണ്. ഇവിടെ ഒരു മ്ലാനതയാണ് പൂർണ്ണമായിട്ടും. കാരണം മാധ്യമപ്രവർത്തകരടക്കം ഇവിടുന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം തികച്ചും കാരണം കെജ്രിവാളിന് ഇതുവരെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പിറകിൽ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസ് ആണ്, അതായത് ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് കെജ്രിവാളിന്റെ ഈ ഒരു തോൽവിക്ക് കാരണമെന്ന് നിസ്സംശയം പറയാം. കാരണം കെജ്രിവാളിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു ഷെയർ അദ്ദേഹത്തിന് പോയിരിക്കുന്നു. സ്വന്തം അമ്മയെ 10 AC നേരത്തെ ലിജോ പറഞ്ഞ മതി ഷീലാ ദീക്ഷിതിനെതിരെ അവർ 10 AC ഉള്ള റൂമിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും കോൺഗ്രസിനെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നാമവിശേഷമാക്കുകയും ചെയ്ത കെജ്രിവാളിനെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു നല്ലൊരു പ്രതികാരം പോലെ കെജ്രിവാളിനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു നിമിത്തമാവുകയാണ് സന്ദീപ് ദീക്ഷിത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ മ്ലാനതയുടെ നേരത്തെ ഇവിടെ പൂക്കളടക്കം വെച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോൾ അകത്തേക്ക് പോയി കഴിഞ്ഞു. കാരണം മാലകളും പൂക്കളുമായിട്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു നേരത്തെ. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ പിറകിലാണ് നിറഞ്ഞൊരു തികച്ചും മ്ലാനതയാണ്. ഇന്നലത്തെ ഒരു അവസ്ഥയല്ല, ഇന്ന് രാവിലെയുള്ള ഒരു അവസ്ഥയല്ല 5-ാം ഫിറോഷ റോഡിലുള്ളത്. പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭ MPയുടെ അനുവദിച്ച ഔദ്യോഗിക ബംഗ്ലാവാണിത്. ഇവിടെയാണ് കെജ്രിവാളും കുടുംബവും താമസിക്കുന്നത്. ഏതായാലും കെജ്രിവാളാണ് ഈ പാർട്ടിയുടെ ഉന്നത നേതാവ്. കെജ്രിവാൾ ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇല്ല. അത് തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ മുഖത്തുള്ള മ്ലാനതക്കും കാരണം. ഏതായാലും ആം ആദ്മി പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം പറയാൻ. എക്സിറ്റ് ഫലങ്ങൾ സത്യമാവുന്നു എന്ന് വേണം പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടി നേരത്തെ കാണിച്ച ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും ആം ആദ്മി പാർട്ടി എന്നാലും ഇതുവരെ പരാജയം സമ്മതിച്ചിട്ടില്ല. തങ്ങൾ ഇനിയും മുന്നോട്ട് വരുമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തകർക്കുണ്ട്. വോട്ടിംഗ് 20% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടില്ല. വോട്ടിംഗ് സ്ഥലത്തുള്ള ഏജന്റുമാർ ആം ആദ്മി പാർട്ടിയിലെ പാർട്ടി നേതാക്കൾക്ക് നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അപ്ഡേറ്റുകൾ വരുന്നതേയുള്ളൂ. അത് പാർട്ടികളിലേക്ക് അവരുടെ പോളിംഗ് ബൂത്ത് ഏജന്റുമാർ വോട്ടെണ്ണൽ കേന്ദ്രത്തിലുള്ള ഏജന്റുമാർ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചോളം ഒരു തിരിച്ചുപോക്കില്ല എന്ന് വേണം പറയാൻ. 50 സീറ്റ് വരെ എത്തും എന്ന് തന്നെയാണ് BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 50 സീറ്റ് എന്നതാണ് തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ BJP ഉറപ്പിച്ച് പറയുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെയും അതേപോലെ തന്നെ ഓക്കലടക്കമുള്ള കാര്യങ്ങളിൽ BJP വോട്ട് എത്ര, കോൺഗ്രസ് പിടിച്ച വോട്ട് എത്ര എന്നത് വളരെ നിർണായകമാകും. കോൺഗ്രസിന്റെ ഒരു മധുര പ്രതികാരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹരിയാനയിലും അതേപോലെ തന്നെ ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആം ആദ്മി പാർട്ടി എങ്ങനെയാണോ ചാലകമായത് അതേ രീതിയിൽ തന്നെ ഇവിടെ BJPയുടെ വിജയത്തിന് അല്ലെങ്കിൽ ആം ആദ്മിയുടെ പരാജയത്തിന് കോൺഗ്രസ് ചാലകമാവുന്നു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 12% വോട്ട് ഒറ്റക്ക് തന്നെ പിടിക്കുമെന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. നേരത്തെ നമ്മൾ വളരെ രസകരമായ ഒരു അനുഭവം കൂടി പറയേണ്ടി വരും. സന്ദീപ് ദീക്ഷിതുമായി സംസാരിച്ചപ്പോൾ ഓഫ് ദ റെക്കോർഡ് സംസാരിച്ചപ്പോൾ സന്ദീപ് ദീക്ഷിത് പറഞ്ഞു 27 വർഷം BJP കാത്തിരുന്നു തങ്ങളുടെ മത്സരം കാഴ്ചവെക്കാൻ. ഞങ്ങൾ ഭരണത്തിൽ കോൺഗ്രസ് പുറത്തായിട്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. ഒരു 5 വർഷം കൂടി തങ്ങൾക്കും കാത്തിരിക്കാം തങ്ങളുടെ പാർട്ടി കെട്ടിപ്പടുക്കാൻ. ഇത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കിയത് എന്ന് വേണം പറയാൻ. നേരത്തെ ആം ആദ്മി പാർട്ടി ആരോപിച്ചതുപോലെ കോൺഗ്രസ് BJPയെ സഹായിക്കുന്നു, BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. അവരുടെ ഭയമായിരുന്നു അതിന്റെ പിന്നിൽ. ആ ഭയം സത്യമാകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ.